പൗലോസ്ലിയ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ 6 വേർപിരിക്കും. കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, ഉയർച്ചയോ, താഴ്ചയോ, ജീവനോ, മരണമോ. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തു തന്നെ ആയിരുന്നാലും, ഏത് സാഹചര്യമായിരുന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അതൊന്നും എന്നെ വേർപിരിക്കത്തില്ല. പലർക്കും ദൈവത്തോടൊരു ബിസിനസ് റിലേഷൻഷിപ്പാണ്. നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങൾ അപേക്ഷിക്കും, ദൈവം അത് കൃപ തോന്നി നമുക്ക് തരുമ്പോൾ നമുക്ക് ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് എല്ലാവരോടും പറയും. പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ, അത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോകും. അതൊരു റിലേഷൻ എന്ന് പറയാം. ആ റിലേഷൻ്റെ പേരാണ് ഒരു ബിസിനസ് റിലേഷൻ. നമ്മൾ പ്രാർത്ഥന കൊടുക്കുന്നു, ഉപവസിക്കുന്നു, ആരാധിക്കുന്നു, അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ആ നേട്ടം ഒന്നും നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും. പക്ഷേ പൗലോസ് പറയാണ്, എനിക്ക് ദൈവമായിട്ടൊരു ബിസിനസ് റിലേഷൻ അല്ല, എനിക്ക് ദൈവമായിട്ടൊരു സ്നേഹബന്ധമാണ്. ഒരപ്പനും മകനും തമ്മിലുള്ളത്, ഒരപ്പനും മകളും തമ്മിലുള്ള പോലെ ഒരു സ്നേഹത്തിൻ്റെ റിലേഷൻ. അതാകുമ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഒരു പ്രത്യേകതയുണ്ട്. കഷ്ടതയായാലും സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം ഒന്നിച്ചായിരിക്കും. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഒരു കാര്യമുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ ആൽഫയും ഒമേഗയാവുന്നു. എന്ന് വെച്ചാൽ അവൻ തുടക്കവും അറിയാം, അവൻ ആദ്യവും അറിയുന്നു, അവൻ അന്ത്യമോ. തുടക്കത്തിൽ തന്നെ ഒടുക്കവും ദൈവം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം അറിയാം, അതിൻ്റെ എൻഡും അറിയാം. അതുകൊണ്ട് തന്നെ ദൈവം ദോഷമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. യേശു കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്നായ തൻ്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മകളെ കൊടുക്കും. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില നന്മകളെ അടച്ചു കളയുന്നത് അതിൻ്റെ ഒടുക്കം ദൈവത്തിന് അറിയാവുന്നതാണ്. ചില വഴികൾ മനുഷ്യന് ചൊവ്വയായിട്ട് തോന്നും, എന്നാൽ അതിൻ്റെ അവസാനവും മരണമായിരിക്കും. അതിൻ്റെ അവസാനം മരണവഴികളായിരിക്കും. അതറിയാവുന്നതാണ് ദൈവം. അതുകൊണ്ട് തന്നെ ചില വഴികൾ ദൈവം അടയ്ക്കും. എന്നാൽ ദൈവം തുറക്കുന്ന വഴി എപ്പോഴും നന്മയിലേക്കും ജീവനിലേക്കും, അത് നമ്മളെ നിത്യരാജ്യത്തിലേക്കും എത്തിക്കുന്നതായിരിക്കും. നമുക്ക് ദൈവത്തോട് ഒരു ബിസിനസ് റിലേഷൻ ബന്ധമല്ല, അതിനപ്പുറമായി ഒരപ്പനും ഒരു മകളും തമ്മിലുള്ള വലിയൊരു സ്നേഹബന്ധം. അത് ഈ ലോകത്ത് നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഈ ലോകത്തിലെ നന്മകൾ കിട്ടിയാൽ കൂടുന്നതല്ല, നന്മകൾ കിട്ടാത്തപ്പോൾ കുറയുന്നതുമല്ല. അതിനുമപ്പുറമായി വലിയ സ്നേഹം. അങ്ങനെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.